ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെങ്സു എപ്പിസോഡ് 23 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ പെൻഡ്രൈവിലുള്ള വീഡിയോ കണ്ട് യുൻഹോ ആകെ ഞെട്ടി നിൽക്കുന്നതും ഇത് എത്രയും പെട്ടെന്ന് പോലീസിന് കൈമാറണമെന്ന് ഇവൻ പറയുന്നുണ്ട്. ആ ടൈമിൽ നയോനയാണെങ്കിൽ ഞാൻ ആളായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്നാണ് യുൻഹോ അവിടെ പറയുന്നത്. അപ്പം നയോനയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, എനിക്കൊന്നും പറ്റില്ല, ഒന്നില്ലെങ്കിലും നീ എൻ്റെ സൈഡിലില്ലേ എന്നാണ് നയോന അവിടെ പറയുന്നത്. സോ അങ്ങനെ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം വന്ന് രാത്രി നയോനയാണെങ്കിൽ അപ്പം എന്നെ കൊല്ലാൻ വന്നിരുന്ന ആ മുഖംമൂടിയിട്ട ആള് മിസ്റ്റർ ചായ് ആയിരുന്നു അല്ലേ, അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിലെ എന്ന് പറഞ്ഞ് ഇവളവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിൽ മിസ്റ്റർ ചായ് ആണെങ്കിൽ ആളുടെ സ്റ്റാഫിനോട് ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ടൈമിലാണ് നയോന റീയൂണിയന് വരുന്നില്ലേ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത്. അതായത് പണ്ടത്തെ ഇവരുടെ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കാം, ഒരു റീയൂണിയൻ അവിടെ നടക്കുന്നുണ്ട്, അതിൽ മിസ്റ്റർ ചാ മാത്രമല്ല യൂമി ഉണ്ടായിരിക്കും കേട്ടോ. ആ സമയത്ത് യൂമിയോട് തനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അവസ്ഥ പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണെന്ന് മിസ്റ്റർ ചായയെ നോക്കി ഇവള് പറയുന്നുണ്ട്. നയോനയോട് ചോദ്യം ചോദിക്കുന്ന ടൈമിൽ നയോനയാണെങ്കിലോ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, സെയിം കമ്പനിയിലെ സെയിം ടീമിലാണ്, പേര് യുൻഹോയാണെന്ന് പറയുമ്പോൾ അത് മിസ്റ്റർ ചായ്ക്ക് അത്ര അങ്ങ് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ റീയൂണിയനൊക്കെ അവസാനിച്ച് പോകുന്ന ടൈമിൽ യൂമിയാണെങ്കിൽ എൻ്റെ കൂടെ വെഡിങ്ങിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ചായി ആണെങ്കിൽ നീ എന്തിനാ എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂമിയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മിസ്റ്റർ ചായി ആണെങ്കിൽ ദേഷ്യത്തിൽ ആ ഇൻവിറ്റേഷൻ കാർഡ് ചുരുട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അന്ന് നൈറ്റിൽ യുൻഹോയാണെങ്കിൽ എവിടെയാ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് നയോനയ്ക്ക് മെസ്സേജ് അയക്കുന്നതും ഇവളാണെങ്കിലോ പിന്നീട് യുൻഹോയെ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ആ റാബിറ്റ് മുഖംമൂടിയിട്ട ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം മിസ്റ്റർ ചായയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഫാസ്റ്റിൽ നീ ഇവിടെ എത്തിയല്ലോ എന്ന്. മിസ്റ്റർ ചാ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താ അന്നത്തെ പോലെ എന്നെ കൊല്ലാൻ നോക്കുന്നില്ലേ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത്. മിസ്റ്റർ ചായയാണെങ്കിൽ ഇവളെ തള്ളി ഒരു കസേരയിൽ ഇടുന്നതും അതിനുശേഷം ഇവള് ചോദിക്കുന്നുണ്ട്, നീ എന്തിനെന്ന് എന്നെ കൊല്ലാൻ നോക്കിയത്, എന്നെ കിട്ടാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഇവളുടെ കഴുത്ത് ഞെരിക്കാൻ നോക്കുകയാണ്. ആ ടൈമിൽ അങ്ങോട്ട് ഓടിയെത്തുന്ന യുൻഹോയാണെങ്കിൽ ഇവനെ തട്ടി മാറ്റുന്നതും ഇവളാണെങ്കിൽ മതി നിർത്തിക്കോ ചായ എന്ന് പറഞ്ഞ് ആ മുഖംമൂടി അങ്ങ് വലിച്ചു കീറുന്നുണ്ട്. ചായയാണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതും എന്നു മുതലാണ് എനിക്കിത് മനസ്സിലായി എന്ന് ഇവൻ ചോദിക്കുമ്പോൾ നയോനയാണെങ്കിൽ ആർട്ട് റൂമിൽ നിന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ ആ പെൻഡ്രൈവ് ഇവന് നേരെ വലിച്ചെറിയുന്നുണ്ട്. ചായയാണെങ്കിലോ നീ ഒരിക്കലെങ്കിലും എന്നെ ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, ഒരിക്കലെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ യുൻഹോയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നയോനയാണെങ്കിലോ ഞാൻ റിജക്റ്റ് ചെയ്തതിന് പകരം നീ ഇത് ചെയ്തു എന്നാണോ പറയുന്നത്, എന്തായാലും ഞാനത് വിശ്വസിക്കില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എനിക്കറിയാവുന്ന ചാ, നീ ഇത് ആരോ പറഞ്ഞിട്ടാണ് ചെയ്തത്, അതാരാ എന്ന് നയോന അവിടെ ചോദിക്കുമ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കുകയാണ്. നയോനയാണെങ്കിൽ എനിക്കെല്ലാം അറിയാം, ആരാണെന്ന് പറയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ചായയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ റിജക്റ്റ് ചെയ്തതിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കില്ല, അതാരാന്ന് പറയൂ എന്ന് നയോന അവിടെ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ലേഡി CEO ആണെങ്കിൽ അങ്ങോട്ട് വന്ന യൂമിയോട് പറയുന്നുണ്ട്, ആളുകൾ എല്ലാവരും പറയുന്നത് എന്നെ പോലെയാണ് നയോന എന്നാണ്, പക്ഷേ ഞാനതിൽ വിശ്വസിക്കുന്നില്ല, ശരിക്കും നീയാണ് എന്നെ പോലെ, നിനക്ക് എൻ്റെ പാർട്ട്ണർ ആവാൻ, അതായത് നമുക്ക് രണ്ടുപേർക്കും പാർട്ട്നേഴ്സ് ആയാലോ എന്ന് CEO ലേഡി യൂമിയോട് ചോദിക്കുമ്പോൾ ഇവളാകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നതും നയോനയാണെങ്കിലോ CEO ലേഡി ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചായയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതെ, അത് ലേഡി CEO തന്നെയായിരിക്കും. പിന്നീട് അവിടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, അതായത് ലേഡി CEO ആണ് നയോനയെ ആക്രമിക്കാൻ മിസ്റ്റർ ചായയോട് പറയുന്നതും. അപ്പോൾ മിസ്റ്റർ ചാ പറയുന്നുണ്ട്, അങ്ങനെ അപകടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, അതൊക്കെ പ്രശ്നമാവത്തില്ലേ എന്ന്. അപ്പോൾ ലേഡി CEO ആണെങ്കിൽ അവൾ ഇനിയും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും അവൾ എത്തിപ്പിടിക്കാൻ കഴിയില്ല, അപ്പോൾ പിന്നെ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ജസ്റ്റ് ഒരു ചെറിയ മുറിവ് വരുത്തി കുറച്ചു കാലം അവൾ കടന്നു കഴിഞ്ഞാൽ നിനക്കാണെങ്കിൽ അവളുടെ ഒരു ഗാർഡിയനായിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും, അവസാനം അവൾക്ക് നിന്നോടൊരു സ്നേഹവും അനുകമ്പയൊക്കെ തോന്നും, അവൾ നിന്റെ കീഴിലാണെന്നൊക്കെ ഒരു ഫീലിങ്ങും വരും, ഇതൊരു നല്ല ചാൻസ് അല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. നയോനയാണെങ്കിലോ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണോ നീ അപ്പം എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചായയാണെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്. അപ്പം നയോനയാണെങ്കിൽ ദേഷ്യത്തിൽ ഇവന്റെ കോളർ പിടിച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്റെ ഈ വാക്കുകളെ ഞാൻ വിശ്വസിക്കണം എന്നാണോ നീ പറയുന്നത്, നിന്നെ ഒരു ഫ്രണ്ടായി കരുതി എൻ്റെ സർക്കിളിൽ കൂട്ടിയതിന് എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവനെ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നതും യുൻഹോയാണെങ്കിൽ ഇപ്പം ഈ അവസ്ഥയിൽ ഇവനെ പറഞ്ഞയച്ച ഇവൻ എന്താ ചെയ്യാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നയോനയാണെങ്കിൽ അത്രയ്ക്കുള്ള ഗട്ട്സ് ഒന്നും ഇവനില്ല, അങ്ങനെയെങ്കിൽ ഇവൻ ഇത് മുന്നേ ചെയ്യായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം മിസ്റ്റർ ചായി ആണെങ്കിൽ ഓഫീസിൽ നിന്നും പോകുന്നതും യുൻഹോയാണെങ്കിൽ ഓക്കെ അല്ലേ നിങ്ങളോട്
ഇവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്കറിയാവുന്ന മിസ്റ്റർ ചാ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് അവിടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. അതായത് ഡയറക്ടർ ഹാൻ ജെയ്ക്ക് ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്നും ഒരു സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു വിവാദമാണ് അവിടെ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കുന്നത്. ഇത് കാണുന്ന യുൻഹോയാണെങ്കിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയോനയാണെങ്കിൽ ആലോചിക്കുന്നത്, അതായത് ഇവിടെ ആ ലാപ്ടോപ്പിൽ ബാൻഡി ക്യാൻഡിൽസിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് തന്നെ ഡയറക്ടർ ഹാൻജയുടെ ഡ്രഗ് യൂസ് ചെയ്തിരുന്നു എന്നുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഇവൾ ആ ഫയലിലേക്ക് മാറ്റുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. നയോനയാണെങ്കിലോ ആലോചിക്കുന്നത് 5 വർഷം മുന്നേ നടന്ന അതേ കാര്യം തന്നെയാണല്ലോ ഇവർ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാണ്. നെക്സ്റ്റ് സീനിൽ ഡയറക്ടർ ആണെങ്കിലോ നമ്മുടെ ലേഡി സിഇഒയുടെ എന്താ ഇവിടെ നടക്കുന്നത്, എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലേഡി സിഇഒ ആണെങ്കിൽ കൂളായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിരിക്കുക, ഇത് വലിയ കാര്യമാക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനോ ഒന്നും നിൽക്കണ്ട, തെളിവൊന്നും ഇല്ലാതെയാകുമ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇതങ്ങ് ആറി തണുത്തോളൂ എന്നാണ് അവിടെ പറയുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ എന്തോ എനിക്കിത് കാണുമ്പോൾ 5 വർഷം മുന്നേ നടന്ന കേസാണ് ഓർമ്മ വരുന്നത്, അതും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്ന് ഡയറക്ടർ അവിടെ ചോദിക്കുന്നതും ആ സീൻ എന്താണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് 5 വർഷം മുന്നേ ബാൻഡി ക്യാൻഡിൽസ് ആണ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഒരു ചെറിയ വിവാദം ഉണ്ടായില്ലോ. ആ ടൈമിൽ ആ വിവാദം ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സിഇഒ എന്താ പണി ഒപ്പിച്ചതെന്ന് വെച്ചാൽ ഈ ഡയറക്ടർ ഹാൻജയ്ക്ക് ഡ്രഗ്സ് മാഫിയായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഒരു വിവാദം അങ്ങ് പെടച്ചു വിട്ടു. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഡയറക്ടർ ഹാൻജയാണെങ്കിൽ ഞാൻ ഇതിനായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇവളവിടെ പറയുന്നുണ്ട്, ആ ഒരു വിവാദം കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഈ വിവാദം ഒന്നങ്ങ് മുന്നോട്ട് വെക്കുകയാണ്, ആളുകൾ ഇത് സത്യമാണോ നോണയാണോ എന്നൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല, ഇനി മീഡിയ കുറച്ചു കാലത്തിന് ബാൻഡി ക്യാൻഡിൽസിൻ്റെ പിന്നാലെയല്ല നിങ്ങളുടെ ഈ ഡ്രഗ് കേസിൻ്റെ പിന്നാലെയാകും എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് മാറത്തില്ലല്ലോ എന്നാണ് ഡയറക്ടർ അപ്പോൾ അവിടെ ചോദിക്കുന്നത്. ലേഡി സിഇഒക്ക് അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കും കേട്ടോ. അതായത് കുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാദം മറക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു വിവാദം സൃഷ്ടിക്കും എന്നാണ് അവിടെ പറയുന്നത്. ആ വിവാദം എന്താ സംഭവം എന്നറിയൂ, ദായുന് അന്നൊരു ആക്സിഡന്റ് ഉണ്ടാവില്ലേ, അതായത് അവളുടെ ക്യാൻഡിൽസ് ഒക്കെ വീണിട്ട് തീ പിടിക്കുന്ന സമയത്ത് അവളുടെ സ്റ്റാഫ് ഇവളെ ശരിക്കും രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ആ ടൈമിൽ ലേഡി സിഇഒ നിയമിച്ച ഒരാൾ അവിടെ എത്തി എന്തോ ഒരു പണി ഒപ്പിക്കുന്നതിലൂടെ അവിടെ മൊത്തം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടാണ് തീ പിടിക്കുന്നതും ഇവരെല്ലാവരും അവിടെ മരിക്കുന്നതും. അതായത് ഈ ലേഡി സിഇഒ ഉണ്ടാക്കിയ ഡ്രഗ് കേസ് മറയ്ക്കാൻ വേണ്ടി അടുത്ത വിവാദം ഉണ്ടാക്കിയത് ദായുവിന്റെ മരണമായിരുന്നു. അങ്ങനെ പ്രസന്റ് ടൈമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ഡയറക്ടർ ഹാൻജെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി, അതിലൊരു സ്ത്രീയെ പീഡിപ്പിച്ച ഒരു കുട്ടിയുണ്ടെന്നൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ന്യൂസ്. ഇതെല്ലാം അറിയുന്ന നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ലേഡി സിഇഒ ആണെങ്കിൽ ഇതും ഞാൻ അടിപൊളിയായിട്ട് തന്നെ കെയർ ചെയ്തോളാം, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന യൂമി ആണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലേഡി സിഇഒ ആണെങ്കിൽ അതിന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഞാനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്നതും നമ്മുടെ യൂമി ആണെങ്കിൽ ആകെ അന്തം വിടുന്നുണ്ട്. അപ്പോൾ സിഇഒ ആണെങ്കിൽ ഈ ഒരു വിവാദം മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാദം ഉണ്ടായാൽ മതി, നീ എല്ലാം അവിടെ തീർന്നോളും, അങ്ങനെ നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതായത് ആൾ വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്. യൂമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം നയോനയാണെങ്കിൽ ഡയറക്ടർ ഹാൻജയുടെയും ലേഡി സിഇഒയുടെയും ഫോട്ടോസ് മാറി മാറി നോക്കിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ നയോനയുടെ ടീംമേറ്റ്സിനോട് ഡയറക്ടർ ഹാൻജ റിലീസ് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ റീബ്രാൻഡിങ് ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇൻഫോർമേഷൻസ് കിട്ടുക എന്ന് ടീംമേറ്റ്സ് അവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ലീയും ലെക്സും ജെന്നിയും യൂൻഹോ ഒക്കെ കൂടി അങ്ങോട്ട് വരുന്നതും ഇവരാണെങ്കിൽ ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതായത് അവൻ ഇതുവരെ എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സോഷ്യൽ മീഡിയത്തെ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം ഇവരിതെല്ലാം തപ്പിപ്പിടിച്ചു എന്നൊക്കെ കാര്യമായിട്ട് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നയോനിക്ക് ശരിക്കും സന്തോഷം കൊണ്ട് ചിരി വരുന്നുണ്ട്. മറ്റുള്ള ടീംമേറ്റ്സ് ആണെങ്കിൽ ആളുടെ ഈ പ്രൊഡക്റ്റിനൊക്കെ അതിനിപ്പോൾ എന്താ പറ്റിയത്, എന്തിനാ നമ്മൾ റീബ്രാൻഡിങ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉടനെ തന്നെ വരുമെന്ന് നയോൻ അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ലേഡി സിഇഒയും യൂമിയും അങ്ങോട്ട് വരുന്നതും നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ഡിസ്മിസ് ലെറ്റർ ആണ് ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കാരണമൊക്കെ നിനക്ക് ന്യൂസിലൂടെ ഉടനെ തന്നെ അറിയാമെന്നാണ് സിഇഒ അവിടെ പറയുന്നത്. ഇത് കേൾക്കുന്ന ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നതും ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ആ ന്യൂസ് എന്താണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ലേഡി സിഇഒയുടെ നേതൃത്വത്തിൽ ഒരു പ്രസ് കോൺഫറൻസ് വെക്കുന്നതും ആ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് യൂമി ആണെങ്കിൽ മാനേജർ നയോനയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ന്യൂസ് അങ്ങ് പെടച്ചു വിടുകയാണ്. അത് ഒരുപാട് വൈറലാകുന്നുണ്ടെന്ന് മാത്രമല്ല സെഗ്ഗി ഗ്രൂപ്പിൽ നിന്ന് നയോനിയെ ഡിസ്മിസ് ചെയ്തുവെന്നും ഫർദർ ഇൻവെസ്റ്റിഗേഷന് അവർ ഉത്തരവിടുന്നുണ്ട്. ചെറിയ കേസൊന്നും അല്ലല്ലോ, ജോലി സ്ഥലത്തെ ഹരാസ്മെന്റ് അല്ലേ, അത് വലിയ ഇഷ്യൂ ആവുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ഓഫീസൊക്കെ സീല് വെക്കുന്ന ടൈമിൽ ലെക്സ് ആണെങ്കിൽ അണ്ടർഡോഗ് ടീമിൽ നിന്ന് ഒന്ന് പ്രൊമോഷൻ കിട്ടി വന്നേയുള്ളൂ, അപ്പോഴേക്കും ഇതായാലും അവസ്ഥ എന്നവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ്
ഇവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഓഫീസേഴ്സ് അങ്ങോട്ട് വരുന്നതും ഇത് കാണുന്ന ലെക്സ് ആണെങ്കിൽ ആള് ഇത്തിരി റൂഡാണ്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീനൊക്കെ തന്നെ മിസ്റ്റർ നാമും ടീംമേറ്റ്സും നല്ല സന്തോഷത്തിലാണ് നോക്കിക്കാണുന്നത്. നയോനയാണെങ്കിലോ ഇവരോട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും, ഞാൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ പോകുന്നുണ്ട്. നയോനയെ അറസ്റ്റ് ചെയ്ത കാര്യവും സെഗ്ഗെ ഗ്രൂപ്പ് ഇവളെ പാടെ ഉപേക്ഷിച്ചു എന്നതും അതുപോലെ എക്സ്യു പോപ്പ് സ്റ്റോറിൽ ഇവൾക്കുണ്ടായ ആ ആക്സിഡന്റ് കേസൊക്കെ വീണ്ടും റീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമെന്നൊക്കെ ന്യൂസിൽ വരുന്നതും യൂമിയാണെങ്കിൽ ഈ ന്യൂസ് ഒക്കെ വായിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ലേഡി സിഇഒക്ക് യുൻഹോയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കോള് വരുന്നതും യുൻഹോയെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും വരുന്നുണ്ട്. അതിലൊരു ഗുണ്ടയാണെങ്കിൽ യൂമിയോട് രഹസ്യമായിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ. യൂമിയാണെങ്കിൽ സിഇഒയോട് ഇവരുടെ കോൾ ഹിസ്റ്ററി മെസ്സേജസ് ഒക്കെ പരിശോധിച്ചപ്പോൾ മാഡം പറഞ്ഞത് ശരിയാണ്, അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ യൂമിയെ നോക്കി നിങ്ങളും ഇവരുടെ സൈഡിലാണോ, നിങ്ങൾ ഇത്രയ്ക്കും ചീത്തയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. യൂമിയാണെങ്കിലോ സിഇഒയോട് ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവനെ അങ്ങ് തീർത്തേക്കെന്ന് പറയുന്നത് കേട്ട് യൂമിയും യുൻഹോയും പരസ്പരം നോക്കി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ ലീയും ലെക്സും ഓഫീസിലെ നയോനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യുൻഹോയെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി എന്താ ചെയ്യുക എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് നയോന വരുന്നതും ഇവരാണെങ്കിൽ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയോനയാണെങ്കിലും ഞാൻ പറഞ്ഞ പ്രസന്റേഷൻ എന്തായി എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷെ മാഡം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പൊ ലീ അവിടെ ചോദിക്കുന്നുണ്ട്. നയോനയാണെങ്കിലോ ഇതെന്തായാലും നമ്മുടെ ലാസ്റ്റ് പ്രസന്റേഷൻ ആണ്, ഇതിനു വേണ്ടി റെഡിയാകാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ചിരി പാസ്സാക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ യുൻഹോയാണെങ്കിൽ ഇപ്പൊ ഈ കിഡ്നാപ്പ് ചെയ്തതുണ്ടല്ലോ അതൊക്കെ ആക്ച്വലി യുൻഹോയുടെ പ്ലാൻ ആണെന്ന് അവിടെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നുണ്ട്. അതായത് ലീയും ലെക്സും ഒക്കെ ആയിട്ട് യുൻഹോ നേരത്തെ ഒരു മീറ്റിംഗ് നടത്തുന്ന ടൈമിൽ അവിടെ ലീ ചോദിക്കുന്നുണ്ട് ഈ 21ാം സെഞ്ചുറിയിലും ആരെങ്കിലുമൊക്കെ കിഡ്നാപ്പ് ചെയ്യൂ എന്ന്. അപ്പൊ ലെക്സ് ആണെങ്കിലോ നീ അപ്പൊ പറയുന്നത് സിഇഒ ലേഡി ആള് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ നോക്കും, സോ ആളെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആള് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യണം. അതായത് നീ പറയുന്നത് ആള് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും, സോ അവിടെ വെച്ച് നമുക്ക് ആളെ പൂട്ടാന്നാണല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജെന്നി ആണെങ്കിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ഒരു ത്രില്ലർ മൂവി പോലെ തോന്നുന്നുണ്ടെന്ന് ജെന്നി അവിടെ പറയുന്നതും അതായത് ശരിക്കും ഈ കിഡ്നാപ്പിംഗ് യുൻഹോയുടെ പ്ലാൻ ആയിരുന്നു എന്നൊരു സസ്പെൻസ് അവിടെ പൊളിച്ച് ലാസ്റ്റ് സീനിൽ നയോന ചിരിക്കുന്നതിലൂടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഒരൊറ്റ എപ്പിസോഡോടുകൂടി ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നതാണ്.